രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നല്ല ആവി പറക്കണ ചൂട് പുട്ട് കിട്ടിയാൽ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ടോ? അപ്പം ഞാനിന്ന് വെറൈറ്റി ഒരു പുട്ടിൻ്റെ റെസിപ്പി ആട്ടോ കാണിക്കുന്നത്. തമ്മനയിൽ കണ്ടപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ ഉണ്ടാക്കുന്ന നേന്ത്രപ്പഴം പുട്ടാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് നേന്ത്രപ്പഴം പുഴുങ്ങി കൊടുത്താലും അതുപോലെ കഴിക്കാൻ കൊടുത്താലും ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് കൊടുക്കാൻ പറ്റിയൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. കാരണം ആവിയിൽ വേവിച്ച് എന്ത് ഫുഡും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് അവർക്ക് വളരെ ഹെൽത്തി ആയിരിക്കും. അപ്പോൾ സാധാരണ പുട്ട് കുഴയ്ക്കുന്ന പോലെ കുഴച്ച ശേഷം ഈ ഒരു പുട്ടുകുറ്റിയിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് അതിൻ്റെ മുകളിലേക്ക് നേന്ത്രപ്പഴം ഇങ്ങനെ വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് അതിലേക്ക് പുട്ടുപൊടി ഇടുക. ഞാനിപ്പോൾ ചോളത്തിൻ്റെ പുട്ടുപൊടിയാട്ടോ എടുത്തേക്കുന്നത്. അതിന് മുകളിലേക്ക് വീണ്ടും സെയിം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുക കേട്ടോ. ലെയറായിട്ട് വീണ്ടും നേന്ത്രപ്പഴവും തേങ്ങയും ഇട്ട് കൊടുത്ത ശേഷം കുക്കറിന് മുകളിലേക്ക് നമ്മൾ ഈ കുറ്റി എടുത്ത് വെച്ച് സാധാരണ പുട്ട് വേവിക്കണ പോലെ വേവിച്ചെടുക്കുക. അടിപൊളി ഒരു സ്മെല്ലൊക്കെ വരും കേട്ടോ ഈ പുട്ടൊന്ന് വെന്ത് വരുമ്പം. എന്നിട്ട് നേരെ പാത്രത്തിലേക്ക് തട്ടി ഇതിൻ്റെ കൂടെ പപ്പടമോ പഞ്ചസാരയൊക്കെ ചേർത്ത് കഴിക്കാനായിട്ട് അടിപൊളിയാട്ടോ. വെറുതെ കഴിക്കാനും സൂപ്പറാട്ടോ. അപ്പോൾ കഴിക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ടാറ്റാ.